ഹലോ ഫ്രണ്ട്സ്, വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് വരുന്നത് കുറുമയുടെ ടെക്സ്റ്റ് ബുക്ക് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്നാണ് ടെക്സ്റ്റിന്റെ പേര് വരുന്നത്. RS കുറുമയുടെ ഒരു ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ഇൻട്രൊഡക്ഷൻ എന്നാണ് ചാപ്റ്ററിന്റെ പേര് വരുന്നത്. സോ ഇപ്പോൾ ഇതിൽ കുറേ ഇൻട്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു സയൻസിന്റെ ഹിസ്റ്ററി ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് എന്താണ് അപ്ലൈഡ് സയൻസ് എന്താണെന്ന് നോക്കാം. The branch of science which coordinate research work for practical utility and services of mankind is known as applied science. Then അടുത്തത് engineering mechanics എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. So the subject of engineering mechanics is a branch of applied science which deals with laws and principles of mechanics along with their applications to engineering problems. As a matter of fact, knowledge of engineering mechanics is very essential for an engineer in planning, designing, and construction of his various types of structures and machines. In order to take up his job more skillfully, and an engineer must pursue the study of engineering mechanics in a most systematic and scientific manner. സോ ഇപ്പോൾ ഇതിൽ സയൻസ് എന്താണ്, അതുപോലെ തന്നെ അപ്ലൈഡ് സയൻസ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്താണെന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എഴുതിയെടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ദെൻ ഇത് ഒരു ഹിസ്റ്ററി പോലെ കുറെ കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സോ ഇപ്പൊ നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്താ നമ്മൾ അവിടെ ജസ്റ്റ് കണ്ടു. സോ ഇപ്പൊ ഈ ഒരു എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതില് സബ്ജക്ട് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് മേ ബി ഡിവൈഡ് ഇൻ ടു ദ ഫോളോയിങ് ടു മെയിൻ ഗ്രൂപ്പ്സ്. അപ്പൊ എന്താണ്, സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇപ്പൊ സ്റ്റാറ്റിക്സ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വിച്ച് ഡീൽ വിത്ത് ദ forces and their effects while acting upon the bodies at rest. അപ്പോൾ റെസ്റ്റിലുള്ള ബോഡീസിൽ എന്താണ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതുപോലെ തന്നെ അതിന്റെ എഫക്റ്റിനെ അങ്ങനെ പഠിക്കുന്നതാണ് എന്ത് സ്റ്റാറ്റിക്സ് എന്ന് പറയും. ദെൻ ഇറ്റ് ഈസ് ദ ബ്രാഞ്ച്. പിന്നെ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദാറ്റ് branch of engineering mechanics which deal with the forces and their effect while acting upon the bodies in motion. The subject of dynamics may be further subdivided into following two branches, kinetics and kinematics. So ഇപ്പോൾ മോഷനിലുള്ള ബോഡീസിലെ ഫോഴ്സ് ആക്ട് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് അതിന്റെ എഫക്ട്സ്, ഇതിനെ കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു സബ് ഡിവിഷനകത്ത് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഡൈനാമിക്സിന് തന്നെ എന്താണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. സോ ഇപ്പോൾ കൈനറ്റിക്സ് എന്താണെന്ന് നോക്കാം. Is the branch of dynamics which deals with the bodies in motion due to application of force. So ഇപ്പോൾ എന്താണ് deal with the bodies in motion due to ഇപ്പോൾ ഫോഴ്സിന്റെ ആപ്ലിക്കേഷൻ കാരണം എന്താണ് മോഷനിലുള്ള ബോഡീസിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കൈനറ്റിക്സിനെ നമ്മൾ പഠിക്കുന്നത്. ദെൻ കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് ഡൈനാമിക്സ് വിച്ച് ഡീൽ with the bodies in motion without any reference to the force which are responsible for the motion. അപ്പോൾ മോഷനിലുള്ള ബോഡീനെ കുറിച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ പഠിക്കുന്നത്. പക്ഷത്താണ് ആ ഒരു മോഷന് കോസ് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല റെഫറൻസ്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ആ ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല എടുക്കുന്നില്ല. ഇനി വരുന്നത് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്താണെന്ന് നമുക്ക് അറിയുന്നുണ്ടാവും, പ്ലസ് വണ്ണിലൊക്കെ നമ്മൾ പഠിക്കുന്നു. ദ മെഷർമെന്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓപ്പറേഷൻസ് ഇൻ എഞ്ചിനീയറിംഗ്. എവറി ക്വാണ്ടിറ്റി ഈസ് മെഷർഡ് ഇൻ ടേംസ് ഓഫ് സം ആർബിട്രറി ഓർ ബട്ട് ഇന്റർനാഷണലി accepted units called fundamental units. അപ്പോൾ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആയിരിക്കും ഈ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ all physical quantities met within engineering mechanics are expressed in terms of three fundamental quantities, that is length, mass and time. അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ വരുന്നത് എന്താണ്, ഇപ്പോൾ ലെങ്ത്, മാസ്, ടൈം, ഈ മൂന്ന് ക്വാണ്ടിറ്റീസ്. അപ്പോൾ നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ട് വരുന്നത് 7 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ 3 ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു മെക്കാനിക്സ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഉള്ള ക്വാണ്ടിറ്റീസിനെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് അറിയായി. Sometimes the units are also expressed in other units which are derived from fundamental units is known as or derived units. അപ്പോൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് നമ്മൾ
എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഏരിയ, വെലോസിറ്റി, ആക്സിലറേഷൻ, പ്രഷർ കൊടുത്തിട്ടുണ്ട്. ഇനി സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ there are only four systems of units which are commonly used and universally recognized. These are for CGS system, then FES system, MKS system and SI unit. അപ്പോൾ ഇതില് ഇപ്പൊ CGS എന്താ, അതുപോലെ FES, MKS ഇതൊക്കെ എന്താ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ അപ്പോൾ അതിലെന്താ CGS എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ലെങ്ത് സെന്റിമീറ്ററിലായിരിക്കും, ദെൻ വെയിറ്റ് അല്ലെങ്കിൽ മാസ് ഗ്രാമിലായിരിക്കും, ദെൻ ടൈം സെക്കൻഡിലായിരിക്കും, ദെൻ ഇവിടെ ഫീറ്റിലായിരിക്കും ലെങ്ത്, ദെൻ പൗണ്ടിലായിരിക്കും മാസ്, ദെൻ ടൈം സെക്കൻഡിൽ തന്നെ ആയിരിക്കും. അടുത്തത് MKS എന്ന് പറയുമ്പോൾ മീറ്ററിലായിരിക്കും എന്ത് ലെങ്ത്, കിലോഗ്രാം ആയിരിക്കും മാസ്, ദെൻ ടൈം സെക്കൻഡ് തന്നെ ആയിരിക്കും. ദെൻ SI യൂണിറ്റ്. ഇൻ ദിസ് ബുക്ക് വി ഷാൽ യൂസ് ഓൺലി SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആൻഡ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് സ്റ്റഡീസ് ആർ കണ്ടക്റ്റഡ് ഇൻ ദിസ് സിസ്റ്റം ഓൺലി. സോ അടുത്തത് SI യൂണിറ്റ്. അപ്പൊ ഈ ഒരു ബുക്കിനകത്ത് എന്താണ് SI യൂണിറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. 11th General Conference of Weight and Measures has recommended a unified and systematically constituted system of fundamental and derived units for international use. This system of units is now being used in many countries. In India, Standard of Weight Measures Act 1956, which we switched over to MKS units, has been reversed to recognize all the SI units in industry and commerce. In this system of units, the fundamental units are meter, kilogram, and seconds respectively, but there is a slightly variation in their derived units. The following derived units will be used in this book. So ഇതിൽ derived units യൂസ് ചെയ്യുന്ന ഏതൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഡെൻസിറ്റി, സോ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും, ദെൻ ഫോഴ്സ് ന്യൂട്ടൺ ആയിരിക്കും, ദെൻ പ്രഷർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഉണ്ട്, മില്ലിമീറ്റർ സ്ക്വയർ ഉണ്ട്, ദെൻ വർക്ക് ഡൺ ഇൻ ജൂളാണ്, അതിന് ജൂള് ന്യൂട്ടൺ മീറ്റർ കൊടുത്തിട്ടുണ്ട്, ദെൻ പവർ ഇൻ വാട്ട്സും അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. സോ ഇതിന് മീറ്റർ എന്താണ്, കിലോഗ്രാം എന്താണെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. So the international meter may be defined as the shortest distance at 0 degrees Celsius between two parallel lines engraved upon the polished surface of a platinum iridium bar kept at International Bureau of Weights and Measures at Severe and near Paris. So പാരീസിന്റെ നിയറിലെ സിവിയറിലുള്ള ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സിൽ വെച്ചിട്ടുള്ള പ്ലാറ്റിനം ഇറിഡിയം ബാറിന്റെ എന്താണ് two lines engraved upon a polished surface of platinum iridium. അപ്പോൾ ഇതിൽ രണ്ട് പാരലൽ ലൈൻസ് എൻഗ്രേവ് ചെയ്തിട്ടുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് 0 ഡിഗ്രി സെൽഷ്യസ് മീറ്റർ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് കിലോഗ്രാം എന്തെന്ന് പറയുന്നത്. ഇന്റർനാഷണൽ കിലോഗ്രാം മേ ബി ഡിഫൈൻഡ് ആസ് മാസ് ഓഫ് പ്ലാറ്റിനം ഇറിഡിയം സിലിണ്ടർ വിച്ച് ഇസ് കെപ്റ്റ് അറ്റ് ദ ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് അറ്റ്. സോ അപ്പോൾ ഈ ഒരു ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിലുള്ള പ്ലാറ്റിനം ഇറിഡിയം സിലിണ്ടറിന്റെ മാസം അതാണ് കിലോഗ്രാം എന്ന് പറയുന്നത്. then അടുത്തത് സെക്കൻഡ്സ്. ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ടൈം ഫോർ ഓൾ ഫോർ സിസ്റ്റം ഈസ് സെക്കൻഡ്സ്. സോ അപ്പോൾ നാല് സിസ്റ്റത്തിലും എന്താണ് സെക്കൻഡ്സ് തന്നെയാണ് എന്ത് ചെയ്യുന്ന ടൈമിന് കൊടുക്കുന്നത്. എന്താണ് 1/24/24 × 60 ആണ് ഓഫ് ദി മീൻ സോളാർ ഡേ. അപ്പോൾ മീൻ സോളാർ ഡേയുടെ 1/24 × 60 ആണ് എന്ത് ചെയ്യുന്നത് സെക്കൻഡ് ആയിട്ട് എടുത്തിട്ടുള്ളത്. സോളാർ ഡേ മേ ബി ഡിഫൈൻഡ് ആസ് ദി ഇന്റർവൽ ഓഫ് ടൈം ബിറ്റ്വീൻ ഇൻസ്റ്റൻസ് അറ്റ് വിച്ച് ദി സൺ ക്രോസസ് മെറിഡിയൻ ഓൺ 2 കോൺസിക്യൂട്ടീവ് ഡേയ്സ്. അപ്പോൾ സോളാർ ഡേ എന്ന് പറയുമ്പോൾ എന്താണ് സൺ ക്രോസസ് മെറിഡിയൻ ഓൺ 2 കോൺസിക്യൂട്ടീവ് ഡേയ്സ്. Then this value varies throughout the year. Average of all the solar days of 1 year is called the mean solar day. Then presentation of units and their values. ഇനി നമുക്ക് എന്താണ് scalar quantities, vector quantities എന്നൊക്കെ എന്താണെന്ന്. Scalar quantities are sometimes known as scalars are those quantities in which have magnitude only, such as length, mass, time, distance, volume, density, temperature, speed, etc. എന്താണ് മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളതിനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ സ്കെയിലർ ക്വാണ്ടിറ്റി നോക്കുന്നത്. അടുത്തത് വെക്ടർ
വെക്ടർ കോൺസ്റ്റന്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇപ്പൊ ഇനി നമ്മൾ ഫോഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് എന്ത് വെക്ടേഴ്സ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ശ്രദ്ധിക്കാം. The quantities, or sometimes known as vectors, are those quantities which have both magnitude and direction, such as force, displacement, velocity, acceleration, moment. Following are important features of the vector quantity. So ഇപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റി എന്താണെന്ന് പറഞ്ഞു, മാഗ്നിറ്റ്യൂഡ് എന്താണ്, ഡയറക്ഷൻ ടൈപ്പ്, അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ്, then velocity, acceleration, momentum. ഇനി അതിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. റെപ്രസെന്റേഷൻ ഓഫ് വെക്ടർ. വെക്ടർ ഈസ് റെപ്രസെന്റ് ബൈ എ ഡയറക്റ്റഡ് ലൈൻ ഷോൺ ഇൻ ഫിഗർ. സോ ഇപ്പോൾ ഇതുപോലെ O എന്ന് പറയുന്ന ഈ ഒരു ലൈനാണ് എന്ത് ചെയ്യുന്നത്, ഒരു വെക്ടർ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. മേ ബി നോട്ടഡ് ദാറ്റ് ദ ലെങ്ത് ഓഫ് OA represents the magnitude of the vector OA. The direction of the vector is ഇപ്പോൾ OA ഓവർലൈൻ. ഇപ്പോൾ ഈ O എന്ന് പറയുന്നതിന്റെ മേലെ എന്താണ് ഒരു വേറെ മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ അതിന്റെ ലെങ്ത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പി. സോ ഇപ്പോൾ ഇതിനെ പി എന്ന് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെക്ടറിനെ വെക്ടർ പി എന്ന് വിളിക്കാം. യൂണിറ്റ് വെക്ടർ, വെക്ടർ whose magnitude is unit is known as a unit vector. Then magnitude 1 ആണെങ്കിൽ അതിനെ നമുക്ക് യൂണിറ്റ് വെക്ടർ എന്ന് വിളിക്കാം. ഈക്വൽ വെക്ടേഴ്സ്, the vectors which are parallel to each other and have same direction, that is same sense, and equal magnitude are known as equal vector. So ഇപ്പോൾ ഈക്വൽ വെക്ടർ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആവണം? സെയിം മാഗ്നിറ്റ്യൂഡ്, സെയിം ഡയറക്ഷൻ, പാരലൽ ആയിരിക്കണം. Like vector, the vectors which are parallel to each other have same sense but unequal magnitude have also like vectors. അപ്പോൾ like vectors എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? മാഗ്നിറ്റ്യൂഡ് മാത്രം ഡിഫറെന്റ് ആയിരിക്കും, സെയിം ഡയറക്ഷൻ ആയിരിക്കും, സെയിം സെൻസ് ആയിരിക്കും. ഓക്കെ, അതായത് ഒരേ ഡയറക്ഷൻ ആയിരിക്കും, പാരലൽ ആയിരിക്കും, മാഗ്നിറ്റ്യൂഡ് ഡിഫറെന്റ് ആയിരിക്കും. Then addition of vectors. Consider to vector P, PQ and RS which are required to be added as shown. So ഇപ്പോൾ വെക്ടറിന്റെ അഡീഷൻ. സോ ഇപ്പോൾ ഇതിൽ PQ എന്ന് പറയുന്ന ഒരു വെക്ടർ, RS എന്ന് പറയുന്ന ഒരു വെക്ടർ. സോ അപ്പോൾ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം അതിനെ? AB അപ്പോൾ വെക്ടർ അഡീഷൻ എങ്ങനെയെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. So take a point A and draw a line AB and parallel and equal in magnitude to the vector PQ to some convenient scale. അപ്പോൾ ഒരു കൺവീനിയൻറ്റ് സ്കെയിലിൽ എന്ത് ചെയ്യുക? A എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് AB എന്ന് പറയുന്ന ഒരു വെക്ടർ വരയ്ക്കുക. സോ ഇപ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കണം? PQ ഈക്വൽ ആയിരിക്കണം. അല്ലെങ്കിൽ സ്കെയിൽ ചെയ്ത് വരച്ചാലും മതി എന്ന് പറയുന്നുണ്ട്. ദെൻ ഒരേ സെൻസ് ആയിരിക്കണം, പാരലൽ ആയിരിക്കണം, സെയിം ഡയറക്ഷൻ ആയിരിക്കും. അടുത്തത് ഡ്രോ BC പാരലൽ ആൻഡ് ഈക്വൽ ടു വെക്ടർ RS. അപ്പോൾ ദെൻ RSന് ഈക്വൽ ആൻഡ് അതുപോലെ തന്നെ പാരലൽ ആയിട്ട് സെയിം ഡയറക്ഷൻ, സെയിം സെൻസ്, സെയിം മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ കൺവീനിയൻസ് സ്കെയിലിൽ നമ്മൾ എന്ത് ചെയ്യുക? BC എന്ന് പറഞ്ഞിട്ട് RSന് ഈക്വലന്റ് ആയിട്ട് ഒരു വെക്ടർ. ദെൻ ജോയിൻ AC while Q the required sum of vectors PQ and RS. അപ്പോൾ എന്ത് ചെയ്യുക? AC എന്ന് പറയുന്ന ഒരു വെക്ടർ കൊണ്ട് എന്ത് ചെയ്യുക? ഈ രണ്ട് വെക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പറയുക ക്ലോസ് ചെയ്യുക എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ AC ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവരുടെ ടോട്ടൽ ലെങ്ത് വരുന്നത്. ദിസ് മെത്തഡ് ഓഫ് ആഡിങ് ടു വെക്ടേഴ്സ് ഇസ് കോൾഡ് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ. ഓക്കെ, സിമിലർലി if more than two vectors are to be added, say may be done first by adding two vectors, then by adding third vector to the resultant of the first two added, so on. This method adding more than two vectors is known as polygon law of vector addition. Okay, അപ്പോൾ നമുക്ക് എന്താണ്, ഈ മൂന്നാമതൊരു വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ തേർഡ് വെക്ടറും കൂടി എന്ത് ചെയ്യുക അതിൽ? അപ്പോൾ നമ്മൾ ഇവിടെ എന്താണോ ചെയ്തത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക? തേർഡ് വെക്ടറിനെ കൂടി C എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ സ്കെച്ച് ചെയ്യാതെ എന്ത് ചെയ്യുക? ഈ ഒരു റിസൾട്ടന്റിനോട് കൂടിയിട്ട് എന്ത് ചെയ്യുക? ആ ഒരു വെക്ടറിനെ ആഡ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇപ്പോൾ പുതിയതായിട്ട് എന്ത് ചെയ്യാം? ഒരു പുതിയ വെക്ടറും കൂടി ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇതാണ് നമ്മുടെ പുതിയ വെക്ടർ, നമുക്ക് ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഈ ഒരു വെക്ടർ ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ ജോയിൻ ചെയ്യും. ഇപ്പോൾ ഇനി എന്ത് ചെയ്യുക? ഈ ഒരു AC അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് എന്താണ് ഒരു CD എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ AC CD-യുടെ സമ്മായിരിക്കും എന്ത് ചെയ്യുന്നത്? AD എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു റിസൾട്ടിന്റെ കൂടെ എന്ത് ചെയ്യുക? പുതിയ വെക്ടർ ആഡ് ചെയ്യും. തന്നെ ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത്. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്.
Then subtraction of vectors. Consider two vectors PQ and RS in which the vectors RS is required to be subtracted. Okay, RS ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് പി ക്യൂവിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ എ ബി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, പി ക്യൂ എന്ന് വരയ്ക്കുക. പി ക്യൂ എന്ന് പറയുന്ന വെക്ടറിന് എ ബി ആയിട്ട് വരയ്ക്കുക. അത് എന്ത് ചെയ്യാം, ഇപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സി എന്ന് പറയുന്ന പോയിന്റിലേക്ക്. സോ നമുക്ക് ഇവിടെ നോക്കാം. Draw the BC parallel to equal to the RS in opposite direction, so that the vector RS join AC will have thus the resultant vector PQ is subtracted from RS. So ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ, ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ വരച്ചത് എങ്ങനെയായിരുന്നു, അപ്പൊ പി ക്യൂനെ നമ്മൾ എന്ത് ചെയ്യുക, എ ബി എന്ന് പറയുന്ന വെക്ടർ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, സ്കെച്ച് ചെയ്യുക. ദെൻ ആർ എസിന് എന്ത് ചെയ്യണം, ബി എന്ന് പറയുന്ന പോയിന്റിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരയ്ക്കുക. ഓക്കെ, ദെൻ എ സിനെ ജോയിൻ ചെയ്യുക. അപ്പൊ ഇതായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവരുടെ സബ്സ്ട്രാക്ട് ചെയ്തതിന്റെ റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നത്. ഈ അടുത്ത സെക്കൻഡ് ചാപ്റ്റർ നോക്കാം, കോമ്പോസിഷൻ ആൻഡ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്. അപ്പോൾ ഫോഴ്സിന്റെ കോമ്പോസിഷൻ അതുപോലെ തന്നെ റെസൊല്യൂഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. So introduction, the force is an important factor in field of mechanics, which may be broadly defined as an agent which produce or tend to produce, destroy or tend to destroy motion. So അപ്പോൾ ഈ ഒരു മെക്കാനിക്സിന്റെ ഫീൽഡിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ വിച്ച് ഈസ് എൻ ആജന്റ് പ്രൊഡ്യൂസ് ഓർ ടെൻ ടു പ്രൊഡ്യൂസ് ഓർ ഡിസ്ട്രോയ് ഓർ ടെൻ ടു ഡിസ്ട്രോയ് മോഷൻ. അപ്പോൾ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ടെൻ ചെയ്യുന്ന, അല്ലെങ്കിൽ മോഷൻ ഡിസ്ട്രോയ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാൻ ടെൻ ചെയ്യുന്ന ഒരു ഏജന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത്. A hose applies force to pull a cart and set it in motion. അപ്പൊ എന്താണ് ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ ഒരു ഹോഴ്സ് എന്ത് ചെയ്യും, ഒരു കാർട്ടിനെ പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഫോഴ്സ് അപ്ലൈ. ദെൻ ഫോഴ്സ് ഈസ് ഓൾസോ റിക്വയർഡ് ടു വർക്ക് ഓൺ എ ബൈസിക്കിൾ പമ്പ്. ഇപ്പൊ അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ ഒരു ബൈസിക്കിൾ പമ്പ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഇൻ കേസ് ഫോഴ്സ് ഈസ് സപ്ലൈഡ് ബൈ ദ മസ്കുലർ പവർ ഓഫ് our arms and shoulders. ഈ ഒരു കേസിൽ എങ്ങനെയാണ്, അവിടെ നേരത്തെ കാർട്ട് പുൾ ചെയ്യുന്നതാണ് ഹോഴ്സ് ആണ്. ദെൻ ഈ ഒരു കേസിൽ എന്താണ്, നമ്മുടെ മസ്കുലർ പവർ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആമിന്റെ മസ്കുലർ പവർ ആൻഡ് ഷോൾഡർ ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. Sometimes applied force may not be sufficient to move a body. If we try to lift some weight 2 or 3 quintals, we fail to do so. എന്താണ്, ഇപ്പോൾ ഒരു 2-3 ക്വിന്റൽ നമ്മൾ എന്ത് ചെയ്യും, ലിഫ്റ്റ് ചെയ്യാൻ നോക്കി എന്ന് വിചാരിക്കും. ഒരു സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്താണ്, മോഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്താ സഫീഷ്യന്റ് അല്ലാത്തൊരു കേസാണ് പറഞ്ഞിട്ടുള്ളത്. In this case we exert a force, no doubt, but no motion is produced. This shows that a force may not necessarily produce a motion in a body, but it may simply tend to do so. അപ്പോൾ എന്താണ്, ഈ ഒരു കേസിൽ എന്താണ്, ഇവിടെ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ് ടെൻസ് ടു ഡു സോ. ഓക്കെ, മോഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യുന്നത് ശ്രമിക്കുന്നുണ്ട്. ഇൻ എ ടഗ് ഓഫ് വാർ, ടു ബോഡീസ് വെൻ ബാലൻസ്ഡ് ന്യൂട്രലൈസ് ഈച്ച് അതേഴ്സ് ഫോഴ്സ്, ബട്ട് ദ മൊമെന്റ് വൺ പാർട്ടി ഗെറ്റ്സ് വീക്കർ, ദ അതർ പാർട്ടി പുൾ ഓഫ് in spite of first body's best effort to destroy motion. ഒരു ടഗ് ഓഫ് വാർ എങ്ങനെയായിരിക്കും, ഇപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് എന്താ രണ്ട് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, പുൾ ചെയ്യുന്നുണ്ടായിരിക്കും രണ്ട് ടീം. സോ ഇപ്പോൾ അതൊരു ബാലൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഫോഴ്സ് ന്യൂട്രലൈസ്ഡ് ആണെന്ന് പറയാം. ദെൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു ടീം വീക്കറായെന്ന് വിചാരിക്കുക, മറ്റു പാർട്ടി എന്തായിരിക്കും, മറ്റേ ഒരു ടീം എന്ത് ചെയ്യും, വീഴും. ഓക്കെ, ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫസ്റ്റ് ബോഡി ദ ബെസ്റ്റ് എഫേർട്ട് ടു ഡിസ്ട്രോയ് മോഷൻ. അടുത്തത് ഇഫക്ട്സ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ എഫക്ട്സ് കൊടുത്തിട്ടുണ്ട്. എ ഫോഴ്സ് മേ ബി പ്രൊഡ്യൂസ് ദ ഫോളോയിങ് എഫക്ട്സ് ഇൻ എ ബോഡി ഓൺ വിച്ച് ഇറ്റ് ആക്ട്സ്. അപ്പോൾ ഒരു ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ എഫക്ട് ഉണ്ടായിരിക്കും നോക്കാം. It may change the motion of a body. If a body is at rest, the force may set it in motion, and if a body is already in motion, the force may accelerate it. എന്താണ്, ഇപ്പോൾ ഒരു മോഷനിലുള്ള ഒരു ബോഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ എന്ത് ചെയ്തു, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു വിചാരിക്കും. ഒന്നെങ്കിൽ എന്താവുക, ഒരു ബോഡി എന്ത് ചെയ്യും, അത് റെസ്റ്റിലേക്ക് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, എന്ത് ചെയ്യും, ഫോഴ്സ് മേ സെറ്റ് ഇറ്റ് ഇൻ മോഷൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിനെ
മോഷനിലേക്കാക്കും എന്ത് ചെയ്യുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോഡീനെ ബോഡി ഓക്കെ it may change അപ്പോൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് it may change the motion of a body. അപ്പോൾ if a body at rest the force may set it in motion. അപ്പോൾ എന്താണ് റെസ്റ്റിലുള്ള ഒരു ബോഡീനെ എന്ത് ചെയ്യും അത് മോഷനിലാക്കും. ദെൻ മോഷനിലുള്ള ഒരു ബോഡീനെ എന്തായിരിക്കും അതിനെ ആക്സലറേറ്റ് ചെയ്യും. ദെൻ it may retard a motion of a body. അപ്പോൾ അതിനെ എന്താണ് ഡീസലറേറ്റ് ചെയ്യും. അടുത്തത് it may retard the forces already acting on a body thus bringing it to rest or in equilibrium. We shall study this effect in chapter 5 of this book. Okay. And അതുപോലെ തന്നെ എന്ത് ചെയ്യുക ഇറ്റ് മേ റിട്ടാർഡ് ദ ഫോഴ്സസ് ഓൾറെഡി ആക്ടിങ് ഓൺ എ ബോഡി പ്ലസ് ബ്രിങ്ങിങ് ഇറ്റ് ടു റെസ്റ്റ് ഓർ ഇൻ ഇക്വിലിബ്രിയം. അതുപോലെ തന്നെ എന്താണ് റിട്ടാർഡ് ചെയ്ത ബോഡീനെ എന്ത് ചെയ്യും വീണ്ടും ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും റിട്ടാർഡേഷനിലുള്ള ബോഡിയിൽ എന്ത് ചെയ്യും വീണ്ടും ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും അത് റെസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലേക്കോ പോകും. അടുത്തത് ഇറ്റ് മേ ഗിവ് റൈസ് ടു ഇന്റേണൽ സ്ട്രെസ്സസ് ഇൻ ബോഡി ഓൺ വിച്ച് ഇറ്റ് ആക്ട്സ്. വി ഷാൽ സ്റ്റഡി ദിസ് എഫക്ട് ഇൻ ചാപ്റ്റർ അനാലിസിസ് ഓഫ് പെർഫെക്റ്റ് ഫ്രെയിം ഓഫ് ദിസ് ബുക്ക്. അപ്പോൾ എന്ത് ചെയ്യാം അതേപോലെ തന്നെ എന്ത് ചെയ്യും ഒരു ബോഡിയിൽ ഇന്റേണൽ സ്ട്രെസ്സസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു റെസ്റ്റിലുള്ള ബോഡി ആണെങ്കിൽ അതിന്റെ മോഷനിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ മോഷനിലുള്ള ബോഡി ആണെങ്കിൽ അതിനെ ആക്സലറേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക ഒരു ബോഡിയുടെ മോഷനെ റിട്ടാർഡ് ചെയ്യുക, അതല്ലെങ്കിൽ അതിന് റിട്ടാർഡേഷനുള്ള ബോഡീനെ എന്ത് ചെയ്യുക ഇക്വിലിബ്രിയത്തിലേക്കോ അല്ലെങ്കിൽ റെസ്റ്റിലേക്കോ കൊണ്ടുവരിക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക ഒരു ബോഡിയിൽ ഇന്റേണൽ സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഫോഴ്സിന്റെ എഫക്ട്സ് എടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫോഴ്സ്. അപ്പോൾ ഫോഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഫോഴ്സിന് ഫസ്റ്റ് വരുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്. എന്തായിരിക്കും ഫോഴ്സിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. ഓക്കെ ദെൻ ഇപ്പോൾ ഇവിടെ ന്യൂട്ടനിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ 100 ന്യൂട്ടൺ 50 ന്യൂട്ടൺ 20 കിലോ ന്യൂട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിരിക്കും ഫോഴ്സിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. ദ ഡയറക്ഷൻ ഓഫ് ദ ലൈൻ അലോങ് വിച്ച് ദ ഫോഴ്സ് ആക്ട്സ് ഓൾസോ നോൺ ആസ് ലൈൻ ഓഫ് ആക്ഷൻ. അതുപോലെ തന്നെ എന്താണ് ഒരു ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഉണ്ടായിരിക്കും. ദെൻ നേച്ചർ ഓഫ് ഫോഴ്സ് whether push or pull, this denote the by placing arrow at all line of action. പിന്നെ അടുത്തത് ഫോഴ്സിന് എന്തായിരിക്കും ഒരു നേച്ചർ ഉണ്ടായിരിക്കും, ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അടുത്തത് പോയിന്റ് അറ്റ് വിച്ച് ദ ഫോഴ്സ് ആക്ട്സ് ഓൺ ദി ബോഡി. അതുപോലെ തന്നെ എന്താണ് ഒരു പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ എന്തൊക്കെ ഉണ്ടായിരിക്കും ഫോഴ്സിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, ദെൻ ഡയറക്ഷൻ ഉണ്ടായിരിക്കും, ദെൻ എന്തായിരിക്കും അതിന് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും, ദെൻ സെൻസ് ഉണ്ടായിരിക്കും. അതായത് ഇൻവേർഡ് ആണോ ഔട്ട്വേർഡ് ആണോ എന്നുള്ള സെൻസ് ഉണ്ടായിരിക്കും ഫോഴ്സിന്, ഫുള്ളാണോ പുഷാണോ. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഫിസിക്കൽ ഇൻഡിപെൻഡൻസ് ഓഫ് ഫോഴ്സസ് എന്താ നോക്കാം. If a number of forces are simultaneously acting on a particle, then the resultant of these forces will have same effect as produced by all the forces. ഇപ്പോൾ നമ്മളവിടെ പോളിഗൺ ലോ ഓഫ് ട്രഡീഷൻ കണ്ടതാണ്. അതുപോലെ തന്നെ എന്തായിരിക്കും ഒരു ബോഡിയിൽ എന്താണ് സൈമൾട്ടേനിയസ് ആയിട്ട് നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ എന്തായിരിക്കും ദ റിസൾട്ടന്റ് എന്ന് പറയുന്നത് റിസൾട്ടന്റിന് എന്തായിരിക്കും ഈ ടോട്ടൽ ഫോഴ്സിന്റെ എഫക്ട് എന്തായിരിക്കും റിസൾട്ടന്റിന് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ദെൻ റിസൾട്ടന്റ് ഓഫ് ദീസ് ഫോഴ്സസ് വിൽ ഹാവ് ദ സെയിം എഫക്ട് ആസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓൾ ദ ഫോഴ്സസ്. എല്ലാ ഫോഴ്സും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു എഫക്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഒരു റിസൾട്ടന്റിന് ഉണ്ടാവുക. ഓക്കെ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ്. It states if a force acts at any point on a rigid body, it may also be considered to act at other point on this its line of action, provided this point is rigidly connected with the body. അപ്പോൾ ഒരു റിജിഡ് ബോഡിയിൽ എന്താണ് ഫോഴ്സ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ മറ്റേ എൻഡിൽ ഈ ഫോഴ്സിന്റെ സെയിം ആക്ഷൻ തന്നെയാണ് ഉണ്ടാവുക. അതാണ് എന്ത് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോറി റെക്കോർഡിങ് ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇതുവരെ പറഞ്ഞെന്ന് അറിയില്ല. നമുക്ക് എന്താണ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് വെച്ച് നോക്കാം. സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താണ് when two or more forces act on a body, they are called form
to form a system of forces. അപ്പോൾ എന്താണ് രണ്ടോ അതിലധികമോ ഫോഴ്സ് എന്താണ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് വിളിക്കുന്നത്. ഇനി അതിന്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഫസ്റ്റ് വരുന്നത് കോപ്ലാനാർ ഫോഴ്സ്. The forces whose line of action lie on same plane are known as coplanar forces. അപ്പോൾ എന്താണ് സെയിം പ്ലെയിനിലാണ് എന്ത് ചെയ്യുന്നത് ഫോഴ്സസ് അവരുടെ ലൈൻ ഓഫ് ആക്ഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിനെ നമുക്ക് കോപ്ലാനാർ ഫോഴ്സ് എന്ന് വിളിക്കാം. ഇനി ലൈൻ ഓഫ് ആക്ഷൻ collinear force. The forces whose lines of action lie on same line are known as collinear forces. Then concurrent force which meet at one point are known as concurrent force. അപ്പോൾ എന്താണ് സെയിം പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കൺകറന്റ് ഫോഴ്സ്. അപ്പോൾ അവരെന്തായിരിക്കാം കൺകറന്റ് ഫോഴ്സ് മേ ഓർ മേ നോട്ട് ബി കൊലീനിയർ. അവർ കൊലീനിയർ ആവാം, കൊലീനിയർ അല്ലാതിരിക്കും. Then coplanar concurrent force, the force which meet at one point, their line of action also lie on same plane. അപ്പോൾ സെയിം പ്ലെയിനിലായിരിക്കും. അതേപോലെ തന്നെ എന്താണ് ലൈൻ ഓഫ് ആക്ഷനിൽ എന്ത് ചെയ്യും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടാവും. അതാണ് ഈ കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് കോപ്ലാനാർ നോൺ കൺകറന്റ് ഫോഴ്സ് വിച്ച് ഡു നോട്ട് മീറ്റ് അറ്റ് വൺ പോയിന്റ് ബട്ട് their line of action lie on same plane are known as coplanar non concurrent force. അപ്പോൾ കോപ്ലാനാർ നോൺ കൺകറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ലൈൻ ഓഫ് ആക്ഷൻ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ എന്തായിരിക്കും അവർ സെയിം പ്ലെയിനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അടുത്തത് നോൺ കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ്, the force which meet at one point but their line of action do not lie on same plane. അപ്പൊ എന്താണ് അവര് ഒരേ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ദെൻ സെയിം പ്ലെയിൻ ആയിരിക്കില്ല എന്ത് ലൈൻ ഓഫ് ആക്ഷൻ വരുന്നത്. നോൺ കോപ്ലാനാർ നോൺ കൺകറന്റ് ഫോഴ്സ് വിച്ച് ഡു നോട്ട് മീറ്റ് അറ്റ് വൺ പോയിന്റ് ആൻഡ് their line of action do not lie on the same plane. എന്തായിരിക്കും ഒരേ പ്ലെയിനിലായിരിക്കില്ല ആക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ എന്താണ് ഒരേ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, അത് ജസ്റ്റ് എന്ത് ചെയ്യുക അത് നന്നായി തറവായിട്ട് പഠിക്കും. അടുത്തത് റിസൾട്ടന്റ് ഫോഴ്സ്. ഇഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ് പി ക്യൂ ആർ എക്സെട്ര are acting simultaneously on a particle, then it is possible to find out a single force which could replace them. That is, which would produce same effect as produced by all the given forces. അപ്പോൾ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫോഴ്സ് ഡിഫറെന്റ് നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സെയിം എഫക്റ്റ് ഉള്ള ഒരു സിംഗിൾ റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻഡിപെൻഡൻസ് ഓഫ് ദ ഫോഴ്സസ്. ആ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം എന്താണ് ഇപ്പൊ നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരതിനൊക്കെ എന്ത് ചെയ്യാം റീപ്ലേസ് ചെയ്യാൻ പറ്റും വിത്ത് എ സിംഗിൾ ഫോഴ്സ് വിച്ച് വുഡ് റീപ്ലേസ് ദം വിച്ച് വുഡ് പ്രൊഡ്യൂസ് സെയിം എഫക്ട് ആസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓൾ ഗിവൺ ഫോഴ്സ്. അപ്പോൾ ഈ എല്ലാ ഫോഴ്സും തരുന്ന ആ ഒരു ടോട്ടൽ എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്പർ ഓഫ് ഫോഴ്സസിനെ നമുക്ക് ഒരു സിംഗിൾ റിസൾട്ടന്റ് ഫോഴ്സ് എടുക്കാൻ പറ്റും. സോ ഇപ്പൊ ദ സിംഗിൾ ഫോഴ്സ് ഇസ് കോൾഡ് റിസൾട്ടന്റ് ഫോഴ്സ് ആൻഡ് ഗിവൺ force are etc called component forces. സോ അപ്പോൾ ഒരു ഗിവൺ ഫോഴ്സസ് ഇപ്പൊ ഈ ആറാണ് എന്ത് റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് റിസൾട്ടന്റ്. ദെൻ അടുത്തത് ഈ ഫോഴ്സസിന് എന്തായിരിക്കും നമുക്കപ്പോൾ കമ്പോണന്റ് ഫോഴ്സ് എന്ന് വിളിക്കാം. അടുത്തത് കോമ്പോസിഷൻ ഓഫ് ഫോഴ്സസ്. ദ പ്രോസസ് ഓഫ് finding out the resultant force of a number of given force is called composition of force or compounding of forces. So composition of forces എന്ന് പറഞ്ഞാൽ process of finding out the resultant force of number of given force is called composition of forces or compounding of forces. ഇപ്പൊ എന്ത് ചെയ്യാം നമ്പർ ഓഫ് ഫോഴ്സസിന്റെ ഒരു റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു കോമ്പോസിഷൻ ഓഫ് ഫോഴ്സസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് compounding of force എന്ന് വിളിക്കുന്നത്. The methods for resultant force. So there are many methods for finding out the resultant force of a number of given forces, yet the following are important from the subject point of view. എന്താണ് നമുക്ക് റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ എന്താണ് രണ്ട് മെത്തേഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. സോ അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സബ്ജക്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് മെത്തേഡ്സ് ആണ്, അനലിറ്റിക്കൽ മെത്തേഡും അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് റെസൊല്യൂഷനും. ഇനി നമുക്ക് അനലിറ്റിക്കൽ മെത്തേഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അനലിറ്റിക്കൽ മെത്തേഡ് ഫോർ റിസൾട്ടന്റ് ഫോഴ്സ്. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള അനലിറ്റിക്കൽ മെത്തേഡ്. ദ റിസൾട്ടന്റ് ഫോഴ്സ് ഓഫ് എ ഗിവൺ സിസ്റ്റം ഓഫ് ഫോഴ്സസ് മേ ബി ഫൗണ്ട് ഔട്ട് അനലിറ്റിക്കലി ബൈ ദ ഫോളോയിങ് മെത്തേഡ്. അപ്പോൾ എന്താണ് പാരലലോഗ്രാം, ലോ ഓഫ് ഫോഴ്സസും അതേപോലെ തന്നെ മെത്തേഡ് ഓഫ്
റെസൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോർ റിസൾട്ടന്റ് ഫോഴ്സിനകത്ത് വരുന്നത് അനലിറ്റിക്കൽ മെത്തേഡ്, ഗ്രാഫിക്കൽ മെത്തേഡോ ആണ് വരുന്നത്. മെത്തേഡ് ഓഫ് റെസൊല്യൂഷൻ ആയിരിക്കില്ല. സോ ഇപ്പോൾ ഇതിൽ അനലിറ്റിക്കൽ മെത്തേഡിൽ എന്താണ് രണ്ട് മെത്തേഡ് ഉള്ളത്, പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസും അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് റെസൊല്യൂഷൻ, അല്ലെങ്കിൽ ഇതിനെ കമ്പോണന്റ് ഫോം എന്നും പറയും. സോ ഇപ്പോൾ നമുക്ക് പാരലലോഗ്രാം ഓഫ് ഫോഴ്സസ് എന്താണെന്ന് നോക്കാം. പാരലലോഗ്രാമിൽ എന്തായിരിക്കും, ചെറിയ ക്ലാസ് പഠിച്ചിട്ടായിരിക്കും. It states if two forces acting simultaneously on a particle be represented in magnitude and direction by two adjacent sides of a parallelogram, the resultant may be represented in magnitude and direction by diagonal of parallelogram which passes through their point of intersection. ഇപ്പൊ എന്താണ് രണ്ട് ഫോഴ്സ്, എന്താണ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു രണ്ട് ഫോഴ്സസിനെ ഒരു പാരലലോഗ്രാമിന്റെ രണ്ട് അഡ്ജസ്റ്റന്റ് സൈഡ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. റിസൾട്ടന്റ് എങ്ങനെയായിരിക്കും, റിസൾട്ടന്റിനെ ഈ ഒരു അവരുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ കൂടെ കടന്നു പോകുന്ന ഡയഗണൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് എന്ത് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ ലോ ഓഫ് ഫോഴ്സസ് വരുന്നത്. അപ്പോൾ റിസൾട്ടന്റ് വരുന്നത് ആർ ഈക്വൽ ടു ഫോഴ്സ് 1 2 നമുക്ക് F1 F2 എന്നായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ R equal to resultant equal to root of F1 square plus F2 square plus 2 F1 F2 cos theta എന്നാണ് വരുന്നത്. അടുത്തത് തന്നെ അതിന്റെ ആംഗിൾ, അതായത് ആൽഫ എന്ന് പറയുന്ന ആംഗിൾ വിച്ച് റിസൾട്ടന്റ് ഫോഴ്സ് മേക്ക് വിത്ത് വൺ ഓഫ് ദ ഫോഴ്സ്. അതായത് F1 ഫോഴ്സുമായിട്ട് റിസൾട്ടന്റ് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. തീറ്റ എന്ന് പറയുന്നത് F1 ആൻഡ് F2 രണ്ട് ഫോഴ്സുകൾക്ക് ഇടയിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. സോ ഇപ്പം ടാൻ ആൽഫ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ആൽഫ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ്, ടാൻ ഇൻവേഴ്സ് ഓഫ് F2 സൈൻ തീറ്റ ഡിവൈഡ് ബൈ F1 പ്ലസ് F2 കോസ് തീറ്റ വെച്ച് കണ്ടുപിടിക്കാം. ദെൻ ഇനി അതിന്റെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തീറ്റ 0 ആണെന്നുണ്ടെങ്കിൽ എന്താ ഫോഴ്സ് ആക്ട് അലോങ് സെയിം ലൈൻ. അപ്പൊ എന്തായിരിക്കും, ഫോഴ്സസ് ഒരേ ലൈനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്, F1 F2. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു ഫിഗർ ഒന്ന് നോക്കുക. അപ്പൊ ഇതില് ഇതാണ് ഓക്കെ. ഇപ്പോ ഈ ഒരു ഫോഴ്സ് ആണ് എന്ത് F1 എന്ന് പറയുന്നത്, F1. ദെൻ ഓക്കെ, ദെൻ ഇതാണെന്ത് F2 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ആംഗിൾ ആണ് എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് പാരലലോഗ്രാമിന്റെ രണ്ട് സൈഡ്സ് ആണ് F1 F2. സോ അപ്പോൾ ആ രണ്ട് ഫോഴ്സസിന്റെ ഇൻ ബിറ്റ്വീൻ ആംഗിൾ ആണ് എന്ത് ചെയ്യുന്നത്, തീറ്റ എന്ന് പറയുന്നത്. ദെൻ ഇതാണ് എന്ത് ഡയഗണൽ ആണ് എന്ത് ചെയ്യുന്നത്, റിസൾട്ടന്റ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ ഈ ഒരു റിസൾട്ടന്റും ഒരു സൈഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്ത്, ആൽഫ എന്ന് പറയുന്നത്. സോ ഇപ്പൊ ടാൻ ആൽഫ വരുന്നത് എന്താണ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. അപ്പോൾ ഇതിലെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സോറി സൈഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് എറേസ് ചെയ്ത് വരക്കാം. ഇപ്പൊ പാരലലോഗ്രാം ആയിട്ടുണ്ട്. ഇനി ഓക്കെ, ഇപ്പൊ ആൽഫ എന്ന് പറയുന്നത് ടാൻ ആൽഫ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഇതായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത്. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു F1 വരും, അതേപോലെ തന്നെ എന്താണ് ഈ ഒരു ഡിസ്റ്റൻസും കൂടി വരും. സോ ഇപ്പോൾ ഇനി എന്താണ്, നമ്മൾ ജസ്റ്റ് ഈ ഒരു ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഈ F2ന്റെ സെയിം ആംഗിൾ ആയിരിക്കും, തീറ്റ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഇട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എന്ത് ചെയ്യാം, F2 കോസ് തീറ്റ എടുക്കുക. ദെൻ ഡിസ്റ്റൻസ് F1 ആണ്. സോ അപ്പം എന്ത് ചെയ്യുക, അഡ്ജസന്റ് സൈഡ് വരുമ്പോൾ F1 പ്ലസ് F2 കോസ് തീറ്റ വരും. ദെൻ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലെങ്ത് ആണ് വരുന്നത്. സോ അപ്പോൾ അതെന്ത് വരും,
സോ അപ്പോൾ അത് ഈ ഒരു F2ന്റെ സൈൻ കമ്പോണന്റ് വരും. ഓക്കെ, F2 സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതെന്താണിത്? ഈ F2 സൈൻ തീറ്റയാണ് ഈ ഒരു ഡിസ്റ്റൻസ് വരുന്നത്. ദെൻ ഈ ഒരു ഡിസ്റ്റൻസ് F2 കോസ് തീറ്റ. നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ടാൻ ഇൻവേഴ്സ് ഓഫ് F2 സൈൻ തീറ്റ ഡിവൈഡ് ബൈ F1 പ്ലസ് F2 കോസ് തീറ്റ ചെയ്താൽ മതി. ഇനി അടുത്തത് ഒരു നോട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എന്താ നോക്കാം. if angle alpha which the resultant force make with the other force F2. അപ്പോൾ ആൽഫ എന്താണ്? F2 ആയിട്ടാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ടാൻ ആൽഫ എങ്ങനെയായിട്ട് മാറും? F1 സൈൻ തീറ്റ ബൈ F2 പ്ലസ് F1 കോസ് തീറ്റ എന്നാണ് മാറും. സോ അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരുപോലെ ഒരു ഫിഗർ വരച്ചിട്ട് നോക്കുക. അത് ഈ തീറ്റ ഈക്വൽ ടു 0 when the forces act along same line then R equal to F1 plus F2. ഇപ്പോൾ തീറ്റ 0 ആണെന്നുണ്ടെങ്കിൽ റിസൾട്ടൻ്റ് എന്തായിരിക്കും? F1 പ്ലസ് F2 ആയിരിക്കും. when the forces act along same line. അപ്പോൾ ഫോഴ്സസ് എങ്ങനെയായിരിക്കും? തീറ്റ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ലൈനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇഫ് തീറ്റ ഇസ് 90 ഡിഗ്രി when the force act at a right angle. അപ്പോൾ തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ഫോഴ്സസ് ആയിരിക്കും. അപ്പോൾ വരുന്നത് എന്തായിരിക്കും? റിസൾട്ടൻ്റ് F1 റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ ആയിരിക്കും. അടുത്തത് if theta is equal to 180 when the force act along same straight line but opposite direction. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് വരുന്നത് F1 മൈനസ് F2 ആയിരിക്കും. In this case the resultant force will act in same direction of greater force. അപ്പോൾ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ഫോഴ്സിന്റെ ഡയറക്ഷനായിരിക്കും റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തത് if two forces are equal F1 and F2 then റിസൾട്ടൻ്റ് ഈക്വൽ ഫോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ റിസൾട്ടൻ്റ് എങ്ങനെയായിരിക്കും? റൂട്ട് ഓഫ് F സ്ക്വയർ പ്ലസ് 2F സ്ക്വയർ കോസ് തീറ്റ, അതായത് 2F സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ഓൾ ടു ദ പവർ 1/2 ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഒരു 1 പ്ലസ് കോസ് തീറ്റനെ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഇപ്പോൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 4F സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ബൈ 2. സോ അപ്പോൾ ഇതിൽ 4 എന്താണ്? 2ന്റെ സ്ക്വയർ ആണ്. F സ്ക്വയർ ഉണ്ട്, ദെൻ കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ഉണ്ട്. സോ അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് 2F കോസ് തീറ്റ ബൈ 2 നടക്കാം. സോ അപ്പോൾ സെയിം ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും? 2F കോസ് തീറ്റ ബൈ 2 എന്നായിരിക്കും വരുന്നത്. സോ ഇനി ഇതിൽ പ്രോബ്ലംസ് ആണ്, അത് മറ്റു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് resolution of a force. This process is of splitting up the given force into number of components without changing its effect on the body is called the resolution of a force. A force is generally resolved along two mutually perpendicular directions. In fact, the resolution of a force is the reverse action of addition of the component vectors. അപ്പോൾ ഈ ഒരു resolution എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഫോഴ്സ് അതെന്താണ്? അത് ആക്ട് ചെയ്യുന്ന അതിൻ്റെ ഒരു എഫക്റ്റില് ചേഞ്ച് ഇല്ലാതെ എന്ത് ചെയ്യാം? ഡിഫറെന്റ് കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഫോഴ്സിനെ നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടും വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടുമാണ് എന്ത് ചെയ്യുന്നത്? റിസോൾവ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്? ഫോഴ്സ് F എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇതിനെ F നമുക്ക് ഇതിനെ Fx എന്ന് വിളിക്കാം. എക്സ് കമ്പോണന്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ്. അപ്പോൾ Fx എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്കതിനെ F കോസ് തീറ്റ എന്ന് വിളിക്കാം. F cos theta. Then ഇതായിരിക്കും എന്ത് ചെയ്യുന്നത്? തീറ്റ എന്ന് പറയുന്ന ആംഗിള്. പിന്നെന്താണ് അതിന് നമുക്ക് അടുത്തൊരു മ്യൂച്വലി പെർപെൻഡിക്കുലർ ഇപ്പോൾ വെർട്ടിക്കൽ ലൈൻ ഒന്നും ആയിട്ടില്ല. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് എഫ് വൈ എന്ന് വിളിക്കാം, വെർട്ടിക്കൽ കമ്പോണന്റ്, അല്ലെങ്കിൽ എഫ് വി എന്ന് വിളിക്കാം. ഓക്കെ, സോ വൈ കമ്പോണന്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ കമ്പോണന്റ് അതിനെ നമുക്ക് എഫ് സൈൻ തീറ്റ എന്ന് എടുക്കാം.
അതല്ല ഇപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആംഗിൾ വെക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നേരെ തിരിച്ചെടുക്കും. ഇതിനെ സൈൻ തീറ്റ എന്നും വെർട്ടിക്കൽ കമ്പോണന്റിനെ എഫ് കോസ് തീറ്റ എന്ന് എടുക്കും. എഫ് കോസ് തീറ്റ. ഓക്കെ, ഇത് എഫ് സൈൻ തീറ്റ. അപ്പൊ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ വെർട്ടിക്കലുമായിട്ടാണ് എന്ത് ആംഗിൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ then അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് റെസൊല്യൂഷൻ. It states the algebraic sum of the resolved part of a number of forces in a given direction equal to the resolved part of their resultant in same direction. ഇപ്പോൾ ഒരു ഡയറക്ഷനിലുള്ള എന്തായിരിക്കും റിസൾട്ടന്റിന് ഈക്വൽ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ആ ഒരു ഡയറക്ഷനിലുള്ള റിസോൾവ് പാർട്സിന്റെ ആൾജിബ്രായിക് സംസ്. അതായത് എത്ര ഫോഴ്സ് ഇപ്പോൾ നമ്മൾ ഈ എക്സ് ഡയറക്ഷനിൽ എഫക്ട്സ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിൽ എത്ര ഫോഴ്സ് നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ അതിന്റെയൊക്കെ സമ്മായിരിക്കും എന്ത് ചെയ്യുന്നത് ആ ഒരു ഡയറക്ഷനിലെ റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നത്. അടുത്ത മെത്തഡ് ഓഫ് റെസൊല്യൂഷൻ ഫോർ ദി റിസൾട്ടന്റ് ഫോഴ്സ്. Resolve on force horizontally and find algebraic sum of all horizontal components. നമ്മൾ എന്ത് ചെയ്യുക അപ്പോൾ റെസൊല്യൂഷൻ മെത്തേഡ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക എക്സ് ഡയറക്ഷനിൽ ഉള്ള എല്ലാ കമ്പോണൻസിന്റെയും സം എടുക്കുക. ദെൻ റിസോൾവ് ഓൺ ഫോഴ്സസ് വെർട്ടിക്കലി ഫൈൻഡ് algebraic sum of all vertical components. അപ്പോൾ വെർട്ടിക്കൽ ഇപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ റിസൾട്ടിന്റെ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എത്ര നമ്പർ ഓഫ് ഫോഴ്സസ് ഉണ്ടെങ്കിൽ അവരുടെ algebraic sum ആയിരിക്കും. അതായത് എക്സ് ഡയറക്ഷനിലുള്ള എല്ലാ കമ്പോണന്റിന്റെയും സം എടുക്കുക. ദെൻ അടുത്ത എന്താണ് വൈ ഡയറക്ഷൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള എല്ലാ കമ്പോണൻസിന്റെയും സം എടുക്കുക. ദ റിസൾട്ടന്റ് ആർ ഗീവ് ദ ഫോഴ്സ് വിൽ ബി റിസൾട്ടന്റ് വരുമ്പോൾ എങ്ങനെയായിരിക്കും റൂട്ട് ഓഫ് സം ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് സ്ക്വയർ പ്ലസ് സ്ക്വയർ ഓഫ് സം ഓഫ് ദ വെർട്ടിക്കൽ കമ്പോണൻസ്. അതുപോലെ തന്നെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എങ്ങനെയായിരിക്കും വൈ ബൈ എക്സ് അല്ലെങ്കിൽ സം ഓഫ് വി വെർട്ടിക്കൽ കമ്പോണൻസ് ബൈ സം ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിരിക്കും. ഇനി ഒരു നോട്ട് കൊടുക്കുന്നുണ്ട്. The value of angle theta will vary depending upon vertical and horizontal as discussed below. When sum of vertical force is positive, the resultant make an angle theta and 180, but the sum of vertical is negative, the resultant make an angle between 180 and 360 degree. അപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആംഗിൾ 0 മുതൽ 180 വരെ, അതായത് ഫസ്റ്റ് സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും കിടക്കുന്നത് റിസൾട്ടന്റ്. ദെൻ വെർട്ടിക്കൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും റിസൾട്ടന്റ് കിടക്കുന്നത് 180 to 360, അതായത് തേർഡ് ഫോർത്ത് ക്വാഡ്രന്റിലായിരിക്കും കിടക്കുന്നത്. അടുത്തത് ഹൊറിസോണ്ടലിന്റെ. അപ്പോൾ then horizontal is positive, sum of horizontal is positive, the resultant makes an angle 0 to 90 or 270 to 360. സോ ഇപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻസിന്റെ സമ്മ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും 0 to 90, അതേപോലെ തന്നെ 270 to 360. അപ്പോൾ എന്തായിരിക്കും ഫസ്റ്റും ഫോർത്തും ക്വാഡ്രന്റ് ആയിരിക്കും റിസൾട്ടന്റ് ഉണ്ടാവുക. അടുത്തത് ബട്ട് വെൻ ഹൊറിസോണ്ടൽ sum of horizontal is negative, the resultant make an angle 90 degree to 270. അപ്പം എവിടെ ആയിരിക്കും നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും ആയിരിക്കും കിടക്കുന്നത് റിസൾട്ടന്റ്. ഹൊറിസോണ്ടൽ കമ്പോണൻസിന്റെ സമ്മ നെഗറ്റീവ് ആണെങ്കിൽ. അടുത്തൊരു സെക്ഷൻ വരുന്നത് ലോസ് ഫോർ റിസൾട്ടന്റ് ഫോഴ്സ്. റിസൾട്ടന്റ് ഫോഴ്സ് ഓഫ് എ ഗിവൺ സിസ്റ്റം ഓഫ് ഫോഴ്സ് മേ ഓൾസോ ബി ഫൗണ്ട് ഔട്ട് ദ ഫോളോയിങ് ലോസ്. അപ്പോൾ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സസും പോളിഗൺ ലോ ഓഫ് ഫോഴ്സസും യൂസ് ചെയ്യാം. സോ അപ്പോൾ ട്രയാങ്കിൾ ലോ എന്താ നോക്കാം. ഇഫ് ടു ഫോഴ്സസ് ആക്ടിംഗ് സൈമൾട്ടേനിയസ്ലി ഓൺ എ പാർട്ടിക്കിൾ be represented in magnitude and direction by two sides of a triangle taken in order, the resultant may be represented in magnitude and direction by the third side of the triangle taken in opposite order. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ ഒരു പാർട്ടിക്കിളിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് അതിനെ ഒരേ ഓർഡറിൽ നമ്മൾ എടുത്തുകൊണ്ട് വിചാരിക്കാം. ഇതാണ് എ എന്ന് പറയുന്ന ഫോഴ്സ്, ദെൻ ഇതാണ് ബി എന്ന് പറയുന്ന ഫോഴ്സ്. സെയിം ഓർഡറിൽ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒന്നിന്റെ ഹെഡിൽ നിന്ന് ഒന്നിന്റെ ടൈൽ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ അപ്പോൾ ഇതിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കും
സോറി, ഓപ്പോസിറ്റ് ഓർഡറിലുള്ള വെക്ടർ ആയിരിക്കും എന്ത് ചെയ്യുന്നത് റിസൾട്ടന്റ്. സോ ഇതായിരിക്കും എന്ത് ചെയ്യുന്നത് റിസൾട്ടന്റ് മേ ബി റെപ്രസെന്റഡ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ദി തേർഡ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ടേക്കൺ ഇൻ ഓപ്പോസിറ്റ് ഓർഡർ. ഓക്കെ, ഓപ്പോസിറ്റ് ഓർഡർ. സെയിം ഓർഡർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ഇതിന്റെ ഹെഡിൽ നിന്ന് വേണം എന്ത് ചെയ്യാൻ ഈ ഒരു വെക്ടറിന്റെ ടൈൽ ആരംഭിക്കാൻ. പക്ഷേ ഇവിടെ ഓപ്പോസിറ്റ് ഓർഡറിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതാണ് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ അല്ലെങ്കിൽ ട്രയാങ്കിൾ ലോ എന്ന് പറയുന്നത്. ഇതിനടുത്തത് പോളിഗൺ ലോ ഓഫ് ഫോഴ്സസ്. In an extension of triangle law of forces for more than two forces, which states if a number of forces acting simultaneously on a particle be represented in magnitude and direction by sides of a polygon taken in order, then the resultant of all these forces may be represented in magnitude and direction by closing side of the polygon taken in opposite order. Okay, സെയിം തന്നെയാണ് പറയുന്നത്. എന്തായിരിക്കും ഇപ്പോൾ ഇവിടെ എന്താണ് ടു ഫോഴ്സസ് ഉള്ളൂ, നമ്പർ ഓഫ് ഫോഴ്സസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു ഫോഴ്സ് 1, then the second force, then the third force, then ഒരു ഫോർത്ത് ഫോഴ്സ് എന്ന് വിചാരിക്കുക. ഇങ്ങനെ എന്താണ് നമ്പർ ഓഫ് ഫോഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരെ നമ്മൾ എന്ത് ചെയ്യുക, ഒരേ ഓർഡറിൽ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഇതുപോലെ പോളിഗണിന്റെ സൈഡ് റെപ്രസെന്റ് ചെയ്യാതെ എന്ത് ചെയ്യുക, ഇനി റിവേഴ്സ് ഓർഡറിൽ എന്ത് ചെയ്യുക, ഇവരെ ക്ലോസ് ചെയ്യുക. ഓക്കെ, ഈ ഇതായിരിക്കും എന്ത് ചെയ്യുന്നത് റിസൾട്ടന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ് പോളിഗൺ ലോ ഓഫ് വെക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോളിഗൺ ലോ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. Then graphical vector method for resultant force. Okay, so we need നോക്കാം. It is another name for finding magnitude and direction of the resultant force by polygon law of force is denoted as. അപ്പോൾ ഇപ്പോൾ ഒരു polygon law തന്നെ എന്താണ് വേറൊരു പേരാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ വെക്ടർ മെത്തേഡ് എന്ന് പറയുന്നത്. So construction of a space diagram or position diagram, it means the construction of a diagram showing various forces or loads along their magnitude and line of action. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു പൊസിഷൻ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ഫോഴ്സിന്റെ അല്ലെങ്കിൽ ലോഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, വെക്ടേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യുക വിത്ത് ദെയർ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ. ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ വരച്ചില്ല, അതുപോലെ എന്ത് ചെയ്യുക, ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യുക. Then use of Bohr notation. All forces in space diagram are named using Bohr's notation. It is convenient method in which every force or load is named by a two capital letters placed on its either side in space diagram. അപ്പോൾ എന്ത് ചെയ്യുക, രണ്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ഫോഴ്സിനെ നമ്മൾ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യുക. കൺസ്ട്രക്ഷൻ ഓഫ് എ വെക്ടർ ഡയഗ്രാം ഓർ ഫോഴ്സ് ഡയഗ്രാം. It means construction of a diagram starting from a convenient point, then go on adding all forces vectorially one by one, keeping in view their direction of force to some suitable scale. Now closing side of the polygon taken in opposite order will give the magnitude of the resultant force to the scale and its direction. എന്തായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇത്രയും ഫോഴ്സസ് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഈ ഫോഴ്സസിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും അല്ലെങ്കിൽ ഫോഴ്സസിന്റെ ലൈൻ ഓഫ് ആക്ഷനും മാഗ്നിറ്റ്യൂഡും വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് കൺസ്ട്രക്ട് വെക്ടേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുക. പിന്നെ അതിനെന്ത് ചെയ്യുക, എ ബി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ടെയിലിനും ഹെഡിനും എന്ത് ചെയ്യുക, പേരുകൾ കൊടുക്കുക. എന്ത് ചെയ്യുക, അതിന് വെച്ചിട്ട് ഓരോ വെക്ടറും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോളിഗൺ കൺസ്ട്രക്ട് ചെയ്യുക. ദെൻ ക്ലോസിംഗ് സൈഡ് എന്ന് പറയുന്നതായിരിക്കും എന്ത് ചെയ്യുന്നത് റിസൾട്ടന്റ് എന്ന് പറയും. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ക്ലോസിംഗ് സൈഡ് എങ്ങനെയായിരിക്കണം, റിവേഴ്സ് ഓർഡറിലായിരിക്കണം എന്ന് മാത്രം. ഓക്കെ, സോ ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് എന്താണ് ഇപ്പൊ ഇതിലെ പ്രോബ്ലംസ്, അതുപോലെ തന്നെ എന്താണ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ എന്താ മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ അടുത്ത ചാപ്റ്റർ വരുന്ന മൊമെന്റ്സ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ ആണ്. തന്നെ എന്തായി കുറച്ച് സമയമായിട്ടുണ്ട്. നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സ് അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു ഇത്രയും പോർഷന്റെ പ്രോബ്ലംസ് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു അടുത്തൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇപ്പൊ ഈ ഒരു ടെക്സ്റ്റ് മാത്രമല്ല വേറെ ടെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. സോ എന്ത് ചെയ്യാം, അതിലൊക്കെ പ്രോബ്ലംസ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. സോ അപ്പോൾ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് കമന്റ് ചെയ്യാം. ഞാൻ പെട്ടെന്ന് വീഡിയോസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സോ വീഡിയോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.
അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.